വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഊട്ടുപാറയിലാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് റോഡ് വരുന്നത്. അപ്പോൾ അവിടുന്ന് കയറി ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 2 കിലോമീറ്റർ വെച്ചുകൊണ്ട് നടക്കാനുണ്ട്. അപ്പോൾ മുകളിൽ ചെല്ലുവാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു സമയം 7:30 ആയതേ ഉള്ളൂ. വെയിലാകുന്നതിന് മുന്നേ കയറിയിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വന്നപ്പം ഫുള്ള് മഹാഗണിയാണ് കാണുന്നത്. വലിയ മരങ്ങളും അതേപോലെ ചെറിയ തൈകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഫുള്ള് വരുന്നത് മഹാഗണിയാണ്. ഫുള്ള് തോട്ടമാണ് അതിൻ്റെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ അടിപൊളിയാണ്. അപ്പോൾ രാവിലെയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കയറുമ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 750 മീറ്റർ ക്രോസ് ചെയ്തു. ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കാട്ടുകോഴികളൊക്കെ കണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അത് മാറിക്കളയും നമ്മുടെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ. പിന്നെ വരുന്ന വഴിക്ക് വേഴാമ്പലൊക്കെ ഉണ്ട്. ഇത്ര ഒരു വന്ന ഏരിയയിൽ തന്നെ വേഴാമ്പലിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ട്. ഇപ്പം ഇവിടെ തന്നെയാണേലും അത്യാവശ്യം നല്ല ഏരിയ തന്നെയാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇവിടെ എല്ലാം. പിന്നെ നമ്മൾ കാട്ടിൽ പോകുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതേപോലെയുള്ള കാട്ടുവള്ളികൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാനും ഇതേപോലെ ഊഞ്ഞാലൊക്കെ ആടാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഇവിടെ വന്നപ്പം അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താണ് ഇവിടുന്ന് നമ്മൾ മേലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ കൂടെ വരുവാണെങ്കിൽ ഇപ്പോൾ ദിവസം നടക്കാനൊക്കെ ഇറങ്ങുന്നവർക്കാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഇതുവഴി വരാമെന്നാണ്. നമുക്ക് കയറി വരുന്നിടത്ത് അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കയറി വരാം. വരുവാണെങ്കിൽ രാവിലെ തന്നെ വരണം. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ. രാവിലെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കയറിപ്പോകാനൊക്കെ നല്ല സുഖമായിരിക്കും. ഇപ്പോൾ അത് ആ ഒരു സൈഡിലാണെങ്കിലും കാട്ടുകോഴിയെ കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടത്തില്ല. കുറച്ച് ദൂരെയാണ്. ത്തേക്ക് കോഴി വരുമ്പോൾ അറിയാം. അതായത് ഈ ചപ്പയെ ചവിട്ടി വരുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കാം. അപ്പം ആ സൗണ്ട് കേട്ട് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് കോഴിയെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഫുള്ള് ഇഷ്ടംപോലെ കോഴികളുണ്ട്. അപ്പോൾ നമുക്കതിനെ അടുത്ത് കാണാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത് വരത്തില്ല. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അത്യാവശ്യം ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇല പൊഴിയുന്ന സമയമാണ്. അതേപോലെ തന്നെ കാട്ടുതീ പടരാൻ പറ്റിയൊരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു സിഗരറ്റാണേലും വലിച്ചിട്ട കാട്ടുതീ പടരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, ഫുള്ള് മരങ്ങൾക്കാണേലും ഇലകളൊക്കെ കുറവാണ്. അതായത് നമ്മൾ കയറ്റം കയറും തോറും മരങ്ങളുടെ ഇലകൾ കുറവാണ്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാറയാണ്. ആ പാറ ചെല്ലുവാണെങ്കിൽ ആ താഴ്ഭാഗത്തിൻ്റെ ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ പാറയുടെ മുകളിൽ വരുവാണെങ്കിൽ നല്ല വെയിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് രാവിലെയോ വൈകുന്നേരമോ വരാൻ വേണ്ടി. ഈ ഒരു 2 സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ നമുക്ക് ഊട്ടുപാറ കണ്ട് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിവിടെ വന്നപ്പം ഈ ഒരു ഏരിയയിൽ കോഴി പോകുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ നിലത്ത് ഇല കിടക്കുന്നതിൻ്റെ മുകളിൽ കോഴി കയറി ചവിട്ടുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കും. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ നമുക്ക് ചെന്ന് നോക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ദൂരെ നിന്ന് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. കുരങ്ങ്, കാട്ടുകോഴി, ഈ 2 ജീവികളെയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. പിന്നെ കാട്ടുകോഴികളൊക്കെ ഉള്ളത് ഇവിടെ വേറെ അറ്റാക്ക് ചെയ്യാൻ വേറെ ജീവികളൊന്നുമില്ല അതിനെ. അതുകൊണ്ടാണ് കൂടുതലും കോഴികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വന്നപ്പം ഈ ഒരു വ്യൂ ആണ്. മൊത്തം ഉണങ്ങി കിടക്കുകയാണ്. ഇവിടെയാണ് മരങ്ങൾക്കാണേലും ഇലകളൊന്നുമില്ല. അത്യാവശ്യം നല്ല വേനൽ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഇത്തരം ടോപ്പിലായതുകൊണ്ട് കൂടെ വെള്ളമൊന്നും കാണത്തില്ല മരങ്ങൾക്ക്.
നോർമലി ഈ സമയം ഇലകളൊക്കെ പൊഴിയുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഇലകളൊക്കെ വരാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പം പിന്നെ മോളിൽ വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇലകൾ പൊഴിഞ്ഞ് കിടക്കുവാണെങ്കിൽ തന്നെ ഇവിടെ കാണാൻ അതിനൊരു ഭംഗിയുണ്ട്. അപ്പം ഇത് ആ കാണുന്നതാണ് നമ്മുടെ പാറ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഇതിലൊന്ന് പോയാൽ തന്നെ നമുക്ക് ഊട്ടുപാറയുടെ മുകളിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഒരു പാമ്പിൻ്റെ പടമാണിത്. അപ്പം ഇവിടെ നിന്നും വന്ന് ഈ കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പിന്നെ ഇത് അവിടെ ഒരു വഴി കൂടെ ഉണ്ട്. അപ്പോൾ വേറൊരു പാറയിലോട്ട് പോകാനുള്ള വഴി അവിടെയും കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ നോക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറാം. അങ്ങനെ നമ്മൾ ഊട്ടുപാറയുടെ ടോപ്പിലെത്തി. അപ്പോൾ ഇവിടെ വന്നുള്ള ആദ്യമത്തെ കാഴ്ച ഇതാണ്. ഇതാണ് താഴെയൊക്കെ വീടുകളുണ്ട് ആ കാണുന്ന ഏരിയയിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, ഇവിടെ ഗോപ്രോയിൽ എടുക്കുന്നുണ്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും. പിന്നെ ആ ഒരു ഏരിയ ഫുള്ള് മലകളാണ്. പിന്നെ ആ കാണുന്ന മൊത്തം ഫോറസ്റ്റ് ഏരിയകളാണ് വരുന്നത്. ഇങ്ങനെ വരുന്നത് ഈ ഒരു ഏരിയ ഫുള്ള് വരുന്നത് ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ലഭിച്ച ഒരു വ്യൂ ഇതാണ്. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു സമയം 7:50 പിന്നെ ആ ഒരു ഏരിയ നോക്കിയാൽ തന്നെ അറിയാം ഇപ്പോഴും കോടയൊക്കെ ഉണ്ട്. മഞ്ഞൊക്കെ ഇതിലായിട്ടും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടൈമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അത്യാവശ്യം നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ടൈമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ അവിടെ മരങ്ങളിലൊക്കെ നമുക്ക് ചെറിയ പൂക്കളൊക്കെ കാണാൻ സാധിക്കും, ഒരു മഞ്ഞ നിറത്തിലുള്ള പൂവ്. അപ്പോൾ ഞാനിത് അവിടെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി 1 കിലോമീറ്റർ പോലും നമുക്ക് നടക്കാണ്ട് ഇല്ല, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളിവിടുന്ന് കുറച്ച് ഇറങ്ങാൻ പറ്റുന്നിടം വരെ ഇറങ്ങി നോക്കുകയാണ്. അപ്പം ഇത് ഈ കാണുന്ന ഒരു മരമുണ്ട്. മരത്തിൻ്റെ പേരെന്നാണെന്ന് അറിയത്തില്ല, ഇത്തരമാണ് ഈ പൂക്കളുള്ളത്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളിത് ഇവിടെ വരെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം, പക്ഷേ നമ്മൾ റിസ്ക് എടുത്ത് പോകുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് മേളോട്ട് തന്നെ പോവുകയാണ്. ഇനി കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയും പിന്നെ നമുക്ക് ആ പാറയുടെ മുകളിലോട്ട് വേണം പോകാൻ പറ്റുന്നത്. അതിനുള്ള വഴിയാണ് അതിലേ ഉള്ളത്. അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല, ഇവിടെ വരെ വരുന്നുള്ളൂ. ഈ ഒരു ഏരിയ വന്നുള്ള വ്യൂ ഇതാണ്. ഇവിടെ എല്ലാം ഇപ്പോൾ ഉണങ്ങി കിടക്കുകയാണ് വേനൽ കാരണം. ഒരു മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ അവിടെ ചെറിയൊരു ഓലി പോലത്തെ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു കുളം പോലത്തെ ഒരു ചെറിയൊരു കുളമാണ്, അത്യാവശ്യം വലുതൊന്നുമില്ല. ഇപ്പോൾ ഇവിടുന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുമ്പം അവിടെ ഒരു രൂപപ്പെടുന്നതാണ്. അത് ഞാൻ ഒരു മഴയുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പാറയുടെ മേലോട്ടുള്ള വഴിയാണ് മുമ്പേ അവിടെ വന്നപ്പം കാണിച്ചു തന്നത്. അത് ഇതിലെയാണ് പോകേണ്ടത്. പിന്നെ ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ആ വഴിക്ക് പോകുന്നില്ല. അപ്പം ഏകദേശം വെയിലായി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം വെയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊട്ടും മടുക്കത്തില്ല, പിന്നെ നല്ല ഫ്രഷ് എയറും ആയിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളിവിടുത്തെ കാഴ്ചകൾ. പിന്നെ വരുന്ന വഴിക്കൊക്കെ നമ്മൾ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കയറി വരുന്നൊരു വാട്ടർ ബോട്ടിലിൻ്റെയും അതുപോലെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ചെറിയ പാത്രങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇത് ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ തന്നെയുണ്ട് മുട്ടായിയൊക്കെ കഴിച്ചതിൻ്റെ കവറുകൾ. അപ്പോൾ ഇതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ ഇട്ട് ഇവിടെ മലിനമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുവാണെങ്കിൽ തന്നെ കുപ്പിയൊക്കെ കൊണ്ടുവരുന്നത് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക.